പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബനേസർ ഗോസ്ബൽ മിനിസ്ട്രീസിൻ്റെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലും പിന്നീട് ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. തീർച്ചയായും ഈ ഗ്രൂപ്പിൽ കൂടെ കേൾക്കുന്ന മെസ്സേജുകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ കേൾക്കുന്ന ദൂതുകൾ യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ട് മുതൽ ലോകത്ത് പ്രചരിപ്പിച്ച, പ്രസംഗിച്ച, കാണിച്ച, മാതൃകയാക്കി തന്ന, എഴുതപ്പെട്ട അതേ സുവിശേഷമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിലുള്ള എല്ലാ വിശ്വാസികളോടും സഹോദരന്മാരോടും എൻ്റെ റിക്വസ്റ്റ് ഇതാണ്: തീർച്ചയായിട്ടും ഈ മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ സഹോദരന്മാർക്കും നിങ്ങളുടെ സ്നേഹിതർക്കും നിങ്ങളുടെ പാസ്റ്റർമാർക്കും അങ്ങനെ പരിചയമുള്ള എല്ലാവർക്കും ഇത് ഫോർവേഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായും ഈ മിനിസ്ട്രിയുടെ ഒരു ഭാഗമായി നിങ്ങൾക്ക് തീരുകയും തീർച്ചയായിട്ടും പ്രതിഫല കൊടുക്കുന്ന സമയത്ത്, യേശുക്രിസ്തു പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതും ഒരു മെറിറ്റായി ദൈവം കണക്കാക്കും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സാക്ഷി പറയുവാനോ ഒന്ന് പ്രസംഗിക്കുവാനോ ഒരു മെസ്സേജ് പറയുവാനോ ഉള്ള കപ്പാസിറ്റി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്. അതുമുഖാന്തരമായി ചിലർ രക്ഷയിലേക്ക് വരുവാനും ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനും സാധിച്ചാൽ അത് നിങ്ങൾക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവൃത്തിയാകുന്നു കൂടെ അറിയിക്കുന്നു. അതുകൊണ്ട് ഗ്രൂപ്പിൽ കേൾക്കുന്ന എല്ലാവർക്കും, ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹത്തിനെ അറിയിച്ചുകൊണ്ട് ചെറിയ ഒരു മെസ്സേജ് പറയാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച ഒരു വിഷയമായിരുന്നു യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പാപങ്ങളെ മോചിപ്പാനുള്ള അധികാരം കൊടുത്തിരുന്നുവോ എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ കൂടെയുള്ള ഒരു സബ്ജക്റ്റായിരുന്നു സംസാരിച്ചത്. അതിനോടനുബന്ധിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുവാൻ പാർട്ട് 1 അല്ലെങ്കിൽ പാർട്ട് 2 സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. ദയവായി നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഇത് യേശുനാമക്കാരുടെ ഉപദേശമാണെന്നോ അല്ലെങ്കിൽ ഇത് ജീസസ് ഉള്ളിയുടെ ഉപദേശമാണെന്നോ മാത്രം സ്റ്റാമ്പ് കുത്താതെ, സ്റ്റാമ്പ് അടിക്കാതെ, കേൾക്കുന്ന വചനങ്ങൾ ബൈബിളിൽ നിന്നുള്ളതാണോ, അതങ്ങനെയാണോ, നമ്മുടെ ജീവിതവുമായിട്ട് അത് പൊരുത്തപ്പെടുമോ, നമ്മളതിലായിരിക്കുന്നുവോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ബെറിയയിലുള്ള വിശ്വാസികൾ തെസ്സലോനിക്കക്കാരെ സമർത്ഥരായിരുന്നു. അവർ വചനം കേൾക്കുക മാത്രമല്ല അത് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചു പോകുന്നു. തീർച്ചയായിട്ടും അന്നത്തെ 1-ാം നൂറ്റാണ്ടിൽ സമയത്ത് പോലും അനേക ദുരുപദേശങ്ങളുടെ ഒരു വേലിയേറ്റം ഉണ്ടായിരുന്ന സമയമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എൻ്റെ നിര്യാണത്തിന് ശേഷം അനേകം കൊടിയ ചെന്നായ്ക്കൾ സഭയിലേക്ക് കടന്നു വരും എന്ന് അപ്പോൾ തന്നെ പ്രവചിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദുരുപദേശത്തിൻ്റെ ഒരു വേലിയേറ്റം 1-ാം നൂറ്റാണ്ടിൽ തന്നെ ലോകത്തിലേക്ക് കടന്നു വരികയും സഭയെ മറിച്ചിടുകയും സഭയെ ശിഥിലമാക്കുകയും ചെയ്ത പൈശാചിക ശക്തികൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ സുവിശേഷം വളരെ സുലഭമായിട്ട് TV അല്ലെങ്കിൽ മറ്റുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മാഗസിൻസ്, കൺവെൻഷൻസ്, റിട്രീറ്റ്, ഡിസ്കഷൻസ്, അതുപോലെ ഡിബേറ്റ് എന്ന പല പല മീഡിയയിൽ കൂടെ നിങ്ങൾ സുവിശേഷം കേൾക്കുമ്പോൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന അനേകരും വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലോകപരമായിട്ടുള്ള BTH, MTH, PhD, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എടുത്ത ആൾക്കാരാണ് പുൾപെറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നത്. ഓർത്തോണം. അങ്ങനെയെങ്കിൽ വെറും കെട്ടുകഥയും പിന്നെ
തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകളെ ഓർക്കുക. നമ്മുടെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ കൽപ്പനകളെ ഓർത്തുകൊള്ളുവാൻ യൂദയിൽ പറയുന്നു. വിശുദ്ധന്മാർക്ക് അങ്ങ് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ബൈബിൾ പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന പെന്തക്കോസ്ത് വിശ്വാസികളെ, ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ദൂത് കത്തോലിക്ക മുതലുള്ള എപ്പിസ്കോപ്പൽ ചർച്ചസിലുള്ള വ്യക്തികളെക്കുറിച്ചോ ആ വിശ്വാസികളെക്കുറിച്ചോ അവിടുത്തെ ആചാരത്തെക്കുറിച്ചും അവരും ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടുന്നു. പക്ഷേ അവരെ മാറ്റി നിർത്തി പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന കപടഭക്തന്മാരും കപടവേലക്കാരും ദുരുപദേശകരെയും തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് തൃത്വ പെന്തക്കോസ്തുകളിൽ ആയിരിക്കുന്ന വിശ്വാസികളെ ഓർത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇതുപോലത്തെയുള്ളൊരു മെസ്സേജ് നിങ്ങൾ ഒരിക്കലും കേൾക്കുകയില്ല. തൃത്വക്കാർ പ്രസംഗിക്കില്ല. വണ്ണസുകാർ, യേശുനാമക്കാരെന്ന് പറയുന്നവർ പോലും മറ്റുള്ളവരെ സുഖിപ്പിക്കാനും മറ്റുള്ളവരെ പിണക്കാതിരിക്കാൻ വേണ്ടി വളരെ പൊതിഞ്ഞാണ് അവരും സുവിശേഷം സംസാരിക്കുന്നത്. എന്നാൽ എബനേസർ ഗോസ്പൽ മിനിസ്ട്രിയിൽ കൂടെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ തീർച്ചയായിട്ടും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഇഫ് ഐ പ്ലീസ് മെൻ ഐ കനോട്ട് ബി എ സെർവൻറ്റ് ഓഫ് ഗോഡ്. ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളണമേ, നിങ്ങൾ പുൾപിറ്റിൽ കേൾക്കുന്ന പ്രസംഗിക്കുന്ന അനിൽ കൊടിത്തോട്ടം, ഷമീർ കൊല്ലം, അനുഷ്കാവാലം, ജോബി ഹാൽവിൻ, എം.എ. വർഗീസ്, ജെയ്സ് പാണ്ടനാട്, അങ്ങനെ പല പുൾപിറ്റിലെ ടിനു ജോർജ്, അങ്ങനെ പല പ്രാസംഗികരുടെ പേരുകൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇവരെല്ലാം ആരാണ് ബൈബിളിൻ്റെ വ്യവസ്ഥയിൽ നിങ്ങൾക്കറിയാമോ? ദുരുപദേശം പ്രസംഗിക്കുന്നവരാകുന്നു. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ഉപദേശത്തിന് അനുകൂലമായിട്ടോ അവർ പറഞ്ഞ അതേ രീതിയിൽ അവർ പ്രസംഗിക്കാതെ അവർക്ക് തന്നെ വരുമാനമുണ്ടാക്കുവാനും അവരുടെ കുടവണ്ടി നിറയ്ക്കുവാനും അവരുടെ പോക്കറ്റ് നിറയ്ക്കുവാനും മറ്റുള്ളവരുടെ കണ്ണിനും ചെവിക്കും സുഖകരമായിട്ടുള്ള രീതിയിലുള്ള പ്രസംഗങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ രക്ഷ കരസ്ഥമാക്കിയോ, നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായോ എന്നുള്ള വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഈ എബനേസർ ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും ചിലരുടെ മെസ്സേജുകൾ കേൾക്കുവാനിടയായി. അവർ പറയുണ്ടായി, രക്ഷ രക്ഷ രക്ഷ, യേശുക്രിസ്തു സൗജന്യമായി തന്നതാണ് രക്ഷ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു സൗജന്യമായി തന്ന രക്ഷ, അതിന് യാതൊരു മാറ്റവുമില്ല, അതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ ആ രക്ഷ കരസ്ഥമാക്കേണ്ട രീതിയിൽ കരസ്ഥമാക്കിയോ എന്നുള്ള ക്വസ്റ്റ്യന് മുമ്പിലാകുന്നു നിങ്ങളായിരിക്കുന്നത്. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു നിങ്ങൾക്ക് രോഗസൗഖ്യം തരുന്നു. യേശുക്രിസ്തു നിങ്ങളുടെ എല്ലാ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്നു, ആപത്തിൽ നിന്ന് വിടുവിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നും വിശ്വസിച്ചാൽ ഒന്നും നിനക്ക് രക്ഷ കിട്ടുകയില്ല. യേശുക്രിസ്തുവിന്റെ അടുക്കൽ യേശുക്രിസ്തു പറയുണ്ടായി, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ ഓടിച്ചു, അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തു, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു എന്താണ് തിരിച്ചു പറഞ്ഞത്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പുൾപിറ്റിൽ സംസാരിക്കുന്ന കപടഭക്തരും ദുരുപദേശകരുമായിട്ടുള്ള ഉപദേശകരുടെ പേരുകളാണ് ചില പേരുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത്. അത് വെളിപ്പെടുത്തിയില്ല എങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ ശിക്ഷിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ അവർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല എങ്കിലും അത് പറയണം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരന്മാരെ, പ്രത്യേകിച്ച് തൃത്വ സഭകളിൽ പോകുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ രക്ഷ പ്രാപിച്ചുവോ? എങ്ങനെയാണ് രക്ഷ പ്രാപിക്കേണ്ടത്? ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ.
യേശുക്രിസ്തുവിനാൽ സകലവർക്കും രക്ഷ നൽകി എന്ന് പറയുന്ന കാര്യം ശരിയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. എന്നാൽ ഈ രക്ഷ കണ്ടീഷണലാണ്. എന്തുകൊണ്ടാൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവസ്നേഹം അൺകണ്ടീഷണൽ ആകുന്നു. അത് ബൈബിൾ പ്രകാരമുള്ള വാക്യമല്ല, അത് ബൈബിളിനോട് ചേർന്നതുമല്ല. ആദാം മുതലുള്ള സമയം മുതൽ ന്യായപ്രമാണ അവസാനം വരെയും, ഈ ന്യായപ്രമാണത്തിന് ശേഷം ഈ കൃപായുഗത്തിൽ തുടങ്ങിയ ആ യെരുശലേമിൽ തുടങ്ങിയ ആ കാലം മുതൽ ഇപ്പോഴും വരെയും, ഇനി യേശുക്രിസ്തുവിൻ്റെ വരെയുമുള്ള സമയത്തുള്ള ഉപദേശങ്ങൾ എല്ലാം കണ്ടീഷണലാണ്. ആദമും ഔവയും ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ അനുസരണക്കേട് കാണിച്ചതിനാൽ അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും കണ്ടീഷണൽ ആയിരിക്കുന്നു. അവൻ പറഞ്ഞ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നില്ല എങ്കിൽ, ഇസ്രായേലിനോട് പറഞ്ഞെങ്ങനെയാണ്, ഞാൻ പറഞ്ഞത് കൽപ്പനകൾ പ്രമാണിച്ചില്ല എങ്കിൽ ഞാൻ മിസ്രയീമിലേക്ക് വരുത്തിയ അതേ ശിക്ഷ നിങ്ങൾക്കും വരുത്തുമെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ കാലത്ത്, ഹല്ലേലൂയ, നോഹ പ്രസംഗിച്ചു, ഒരു വലിയ ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചതിന് ശേഷം ആരും അത് കേട്ടില്ല. സമയമായപ്പോൾ നോഹയും കുടുംബവും അകത്ത് കയറി. ദൈവം തന്നെ പെട്ടെന്ന് കിളിവാതിൽ അടച്ചു. ആകാശത്തിൽ നിന്ന് മഴയും ഭൂമിയിൽ നിന്ന് ഉറവുകൾ പൊട്ടുകയും ചെയ്തു. 40 രാവും 40 പകലും വളരെ ജലപ്രളയമുണ്ടായപ്പോൾ നോഹയുടെ പ്രസംഗം കേൾക്കാഞ്ഞ പബ്ലിക്കുകൾ നോഹയെ രക്ഷിക്കണമേ എന്ന് വന്ന് നീന്തി വന്ന് പെട്ടകത്തിൽ ആഞ്ഞടിച്ചപ്പോൾ നോഹ കേട്ടോ, ദൈവത്തിന് സ്നേഹം എവിടെ പോയിരുന്നു ആ സമയത്ത്? എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് ഏത് കാലത്തും ഒരു കണ്ടീഷനുണ്ട് ജനങ്ങളുമായിട്ട്. ന്യായപ്രമാണത്തിൽ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നു. ഓരോരോ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഓരോ തരത്തിലുള്ള യാഗങ്ങൾ കഴിക്കുവാൻ, പാപപരിഹാരത്തിന് വേണ്ടി. എല്ലാ വർഷവും അവർ ദൈവസന്നിധിയിൽ ആടിനെയോ കാളയോ കുറുമ്പ്രാവിനെയോ അങ്ങനെയുള്ള ജീവികളെ കൊണ്ടുവരികയും അതിനെ യാഗം കഴിച്ച് 1 വർഷത്തേക്കുള്ള അവിടെ പാപം മറച്ചു കിട്ടി എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ലംഘനം മറിച്ചും പാപം മറിച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. അതാണ് ന്യായപ്രമാണത്തിലെ ദൈവവുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയായിരുന്നത്. അപ്പോൾ കൃപായുഗത്തിലും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കണ്ടീഷനാണ്. എന്താണ് കണ്ടീഷൻ? യേശുക്രിസ്തുവിനെ അംഗീകരിക്കുക. യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് വിശ്വസിച്ച് ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറയുന്ന യഹോവയായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശുക്രിസ്തു വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇപ്പോഴത്തെ പ്രാസംഗികരെല്ലാം പ്രസംഗിക്കുന്നുണ്ട്, യേശുക്രിസ്തു രക്ഷിക്കും, യേശുക്രിസ്തു സ്നേഹിക്കും, യേശുക്രിസ്തു നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാണ്. ഇതെല്ലാം പറഞ്ഞ് കർണങ്ങൾക്ക് ഇമ്പമായിട്ടുള്ള സുവിശേഷം പറഞ്ഞ് പറയുന്നവരും കേൾക്കുന്നവരും സുഖിപ്പിക്കുവാനുള്ളതല്ല സുവിശേഷം. പൗലോസ് എന്ന് പറയുന്നു, ഞങ്ങളുടെ സുവിശേഷ മുഖാന്തരമായി അത് നിങ്ങൾക്ക് രക്ഷയായി തീർന്നു. എന്താണ് അപ്പോസ്തലന്മാരുടെ സുവിശേഷം? എന്താണ് യേശുക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചതുപോലെ ഒരു പ്രാവശ്യം കൂടെ വായിച്ചു കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൃപായുഗം തുടങ്ങുന്നത് എന്നാണ്? യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 40 ദിവസം ഭൂമിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ ശേഷം 10 ദിവസം കൂടെ കഴിയുമ്പോഴാണ് പെന്തക്കോസ്ത് ദിവസം വരുന്നത്. അന്ന് ശിഷ്യന്മാർ അടക്കം ഉണ്ടായിരുന്ന 120 പേര് ചരിത്രപരമായി മർക്കോസിന്റെ മാളികയിൽ കൂടിയിരുന്നപ്പോൾ പെന്തക്കോസ്ത് ദിവസം അവരിൽ വ്യാപരിച്ച ശക്തി പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം നേരത്തെ തന്നെ യേശുക്രിസ്തുവോട് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. അപ്പോൾ
പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ യഥാർത്ഥമായിട്ട് അപ്പോസ്തലന്മാർ പ്രാപിച്ച പരിശുദ്ധാത്മാവാണ് ഏതവന്റെ എങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അവൻ ആരെക്കുറിച്ച് സാക്ഷി പറയണം? യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷി പറയണം. എൻ്റെ സാക്ഷികൾ, അല്ലാതെ തൃത്വത്തിനെ കുറിച്ചുള്ള സാക്ഷിയല്ല. ത്രിയേകൻ, തൃത്വം, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം, സാരാംശം, സത്ത, ത്രിയേകൻ, തൃത്വത്തിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്നുള്ള സാക്ഷ്യമല്ല പറയേണ്ടത്. പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു വ്യക്തി പറയണം, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണം. എന്തു പറയണം? മറ്റൊരു രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, തൃത്വ സഭകളിൽ പോകുന്ന സഹോദരീസഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടാലും, നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ക്രൂശിൽ യാഗമായി തീർന്ന ആരാണ്? നിങ്ങൾക്ക് വേണ്ടി ചാട്ടവാർ അടിയേറ്റവനാരാണ്? നിങ്ങൾക്ക് വേണ്ടി തുപ്പലേറ്റവനാരാണ്? നിങ്ങൾക്ക് വേണ്ടി പുറം ഉഴവുചാല് പോലെ കീറി, ഹല്ലേലൂയ, ഒരു മനുഷ്യനല്ലാത്ത രീതിയിൽ ഒരു കൃമിയെ പോലെ കാണപ്പെട്ടവൻ ആരാകുന്നു? പിതാവിനെയാണോ കാണപ്പെട്ടത്? പരിശുദ്ധാത്മാവിനെയാണോ കാണപ്പെട്ടത്? നിനക്ക് വേണ്ടി ജീവൻ, അവസാനത്തുള്ളി രക്തം വരെയും, അവസാനം വെള്ളം ചാടിപ്പുറപ്പെട്ടു നെഞ്ചിൽ നിന്ന്, ഹല്ലേലൂയ, ആ പടയാളി അവന്റെ നെഞ്ചിൽ കുത്തിയപ്പോൾ അവസാനം വെള്ളം ചാടിപ്പുറപ്പെട്ടത് ആർക്ക് വേണ്ടിയാണ്? ആരാണ് നിനക്ക് വേണ്ടി മരിച്ചത്? ഈ യേശു ക്രിസ്തുവിനെ നീ അംഗീകരിക്കുന്നുണ്ടോ നിന്റെ രക്ഷിതാവായി മാത്രം അംഗീകരിച്ചാൽ മാത്രം പോരാ. ബൈബിൾ എന്തു പറയുന്നു? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇതല്ലേ യേശു ക്രിസ്തു പറഞ്ഞത്? അപ്പോൾ രക്ഷ കിട്ടും. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, രക്ഷ കിട്ടും എന്ന് പറയുന്ന ഈ പോഷന്മാരുടെ, ഈ ദുഷ്പ്രവർത്തിക്കാരുടെ, ഈ ദുരുപദേശകരുടെ പ്രസംഗങ്ങൾ കേട്ട് നിങ്ങൾ തൃപ്തിയായി നിങ്ങൾക്ക് രക്ഷ ലഭിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ആയിരിക്കുന്നത് മൂഢസ്വർഗത്തിലാകുന്നു. നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. കാഹള ശബ്ദത്തിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. നിങ്ങൾ രൂപാന്തരം പ്രാപിക്കയില്ല എന്ന് വളരെ വ്യക്തമായി ബൈബിളിന്റെ വ്യവസ്ഥയിൽ ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നു. ഇതുപോലെ പ്രസ്താവിക്കുന്ന ചുണയുള്ളവർ, അപ്പോസ്തലന്മാർ സംസാരിച്ച പോലെ സൗണ്ട് ഡോക്ട്രിൻ ഇവിടെയുള്ള ഒരൊറ്റ തൃത്വക്കാരോ ഒരു വണ്ണസുകാരോ കൂട്ടരോ സംസാരിക്കയില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തലനായ പൗലോസ് എന്ത് പറഞ്ഞു? If I please men, I cannot be a servant of God. ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കാൻ സാധ്യമല്ല. മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന ഉപദേശമാണ് ഞാൻ പറയുന്നുവെങ്കിൽ മനുഷ്യരെന്നെ കരുതും. അവർ പറയും, നല്ല പ്രസംഗമാണല്ലോ, നല്ല രസമുണ്ട് കേൾക്കാൻ എന്ന് പറയും. ആ പുകഴ്ചയല്ല എനിക്ക് വേണ്ടത്. അങ്ങനെ പ്രസംഗിക്കുന്നവരാണ് ഷമീർ കൊല്ലം, അനുഷ്കാവാലം, അങ്ങനെയുള്ള മറ്റ് പ്രാസംഗങ്ങൾ പുൾപിറ്റിൽ നിങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വഞ്ചിതരായിരിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതുപോലെ അല്ല അവർ പ്രസംഗിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതുപോലെയാണോ ഈ പുൾപിറ്റിലെ ഈ ദുരുപദേശകർ സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും? 1-ാം നൂറ്റാണ്ടിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ കൈവശമുള്ള പത്രോസ് പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷം ഒറ്റ പ്രസംഗത്തിൽ കേട്ട 3000 പേരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? തൃത്വക്കെ ആരാധിക്കുന്ന സഹോദരന്മാരെ, ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റർമാരോട് ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? അപ്പോസ്തലനായ പത്രോസ് 1-ാമത്തെ പ്രസംഗത്തിൽ, ഹല്ലേലൂയ, പബ്ലിക്കിൻ അവിടെ ഹൃദയത്തിൽ കുത്തുകൊള്ളത്തക്ക രീതിയിലുള്ള പ്രസംഗമായിരുന്നു അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചത് 1-ാം നൂറ്റാണ്ടിൽ. ആ രീതിയിലുള്ള ഒരു പ്രസംഗം കേൾക്കുന്നുണ്ടോ നിങ്ങളിപ്പോൾ? ആരുടെയെങ്കിലും കൺവെൻഷനിലോ ഏതെങ്കിലും മെസ്സേജിലോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് പ്രസംഗിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്നു. പത്രോസ് പറഞ്ഞ അതേ രീതിയിൽ പബ്ലിക് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് രക്ഷ പ്രാപിക്കുവാൻ?
ഞങ്ങൾ എന്ത് ചെയ്യണം രക്ഷ പ്രാപിക്കുവാൻ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ അതേ റിപ്ലൈ 21-ാം നൂറ്റാണ്ടിൽ ഈ ഞായറാഴ്ചയുടെ 24-ാമത്തെ നവംബർ 24-ാമത്തെ സൺഡേ ഈവനിങ്ങിൽ നിങ്ങളോട് പറയുന്നു. പത്രോസ് പറഞ്ഞ അതേ വാക്കുകൾ പറയുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ പറയുന്നത് തെറ്റാണോ? ഇത് യേശുനാമക്കാരുടെ ഉപദേശമാണോ? ഇത് ദുരുപദേശമാണോ? 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരോട് എന്താണ് പബ്ലിക് പറഞ്ഞത്? യേശുവിൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കരുത്. അവരെക്കുറിച്ച് എന്താണ് പബ്ലിക് പറഞ്ഞത്? ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരിവിടെ വന്നോ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിക്കുന്നവരെ കുറിച്ച് ഇന്നത്തെ ലോകം പറയും, ഇന്നത്തെ IPC, ഷാരോൺ, ചർച്ച് ബോർഡ്, TPM, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നുള്ള തൃത്വസഭക്കാർ പറയും ഇവർ ദുരുപദേശം പറയുന്നു, ഇവർ യേശുനാമക്കാരാന്ന് പറയുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെ വിളിച്ചതും പറഞ്ഞതുമായിട്ടുള്ള അതേ കുറ്റാരോപണമാണ് ഇന്ന് എന്നെക്കുറിച്ചും പറയുന്നത്. എന്നാൽ എനിക്കത് കാര്യമല്ല. ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്തണമോ ദൈവത്തെ പ്രീതിപ്പെടുത്തണമോ? 1-ാം നൂറ്റാണ്ടിൽ ഹല്ലേലൂയ അപ്പോസ്തലന്മാരെല്ലാം അവരുടെ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് എല്ലാവരും രക്തസാക്ഷികളായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് പൗലോസിന്റെ നിഷേധനം നടക്കുകയുണ്ടായി, രക്തസാക്ഷികളായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരന്മാരെ, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കപ്പെടും, ആരുടെ പാപങ്ങൾ നിർത്തപ്പെടും. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരം യേശു ക്രിസ്തു അപ്പോസ്തലന്മാർ കൊടുത്തു. പക്ഷെ ആരുടെയും തലയിൽ കൈവച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ യേശു ക്രിസ്തു ഉപയോഗിച്ചു, ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ യേശുക്രിസ്തു നാമം ഉപയോഗിച്ചു, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തപ്പോൾ യേശുക്രിസ്തു നാമം ഉപയോഗിച്ചു, മരിച്ചവരെ ഉയർത്തിയപ്പോൾ യേശുക്രിസ്തു നാമം ഉപയോഗിച്ചപ്പോൾ ആരുടെയെങ്കിലും തലയിൽ കൈവച്ച് അപ്പോസ്തലന്മാർ നിന്റെ പാപങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മോചിച്ചിരിക്കുന്നു എന്ന് അവർ ഡിക്ലെയർ ചെയ്തില്ല, പറഞ്ഞില്ല, ഉപദേശിച്ചില്ല. പിന്നെയോ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി എന്താണ് അവർ ചെയ്തത്? അവരെ മാനസാന്തരപ്പെടുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി, എങ്കിൽ മാത്രമേ പാപമോചനം ലഭിക്കുകയുള്ളൂ എന്ന് അപ്പോസ്തലന്മാർക്ക് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് അവരാണ് യേശുക്രിസ്തു പറഞ്ഞ കൽപ്പനകളെ പ്രമാണിച്ചതും കേട്ടതും എഴുതിയതും നമുക്ക് മുമ്പിൽ കാണിച്ചിരിക്കുന്നതും. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായി പറഞ്ഞു, വളരെ വ്യക്തതയോടുകൂടി ഇന്നത്തെ പെന്തക്കോസ്തുകാരെ, ഇന്നത്തെ പാസ്റ്റർമാരെയും കള്ളപ്രവാചകന്മാരെയും ദുഷ്ടന്മാരെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് നിങ്ങളോട് ഒരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ ഞാനിപ്പോൾ പെന്തക്കോസ്തിലെ പാസ്റ്റർമാരെ മാത്രമേ പറയുന്നുള്ളൂ. പെന്തക്കോസ്തിലെ പാസ്റ്റർമാരായിരിക്കുന്ന ചിലരുടെ പേരുകൾ പറയുകയുണ്ടായി. അങ്ങനെ അനേകരുണ്ട്. അവർ ആരെങ്കിലും അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ച, അപ്പോസ്തലന്മാർ ഉപദേശിച്ച ഉപദേശങ്ങൾക്ക് വിപരീതമായി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർ ശപിക്കപ്പെട്ടവരാകുന്നു. ശപിക്കപ്പെട്ടവർ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-9 നിങ്ങൾ ദയവായി വായിക്കാം. ഇതൊരു ഹൈ സ്പീച്ചായിട്ട് നിങ്ങൾ എടുക്കരുതേ. ലോകം എൻ്റെ അന്ത്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴുതി പോകാൻ ചാൻസ് ഉള്ളതായി നമ്മുടെ മുമ്പിൽ കാണപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നതിനാൽ ഈ രക്ഷയുടെ ഈ വാതിൽ അടയുന്നതിന് മുമ്പ് ഈ രക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അതുകൊണ്ടാണ് ഈ സുവിശേഷം നിങ്ങളെ അറിയിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്? സഭയെ ചേർക്കുവാനാണല്ലോ യേശു ക്രിസ്തു വരുന്നത്. അങ്ങനെയെങ്കിൽ സഭയുടെ തല ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനോട് കൂടെ ചേരണമെങ്കിൽ, ആ സഭയിൽ ആയിരിക്കണമെങ്കിൽ എങ്ങനെയാണ് അപ്പോസ്തലന്മാരുടെ പ്രസംഗത്താൽ 1-ാം നൂറ്റാണ്ട് മുതൽ ജനങ്ങൾ ദൈവസഭയോട് ചേർന്നത് എങ്ങനെയാകുന്നു? അപ്പോസ്തലന്മാരുടെ 2-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും.
പത്രോസിന്റെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ സ്നാനമേറ്റ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും വന്നു. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു വന്നവരെ ദൈവം ദിനം പ്രതി ദൈവസഭയിലേക്ക് ചേർത്തുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സൗരസാരന്മാരെ, 1-ാം നൂറ്റാണ്ടിൽ 3000 പേര് ആദ്യത്തെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട അവരെ ദൈവത്തിന്റെ സഭയോട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശരീരത്തോട് ചേർത്തെങ്കിൽ ഇന്നും അങ്ങനെയല്ലേ ദൈവം ചേർക്കുകയുള്ളൂ. എങ്ങനെയാണ് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ തലയുടെ ആ ശരീരത്തിലേക്ക് നമ്മൾ അംഗമാകുന്നത്? എങ്ങനെയാണ്? ആ സഭയിലേക്ക് എങ്ങനെയാണ് നമ്മൾ ചേരുന്നത്? എങ്ങനെയാണ്? അതായത് യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾ അവനോട് കൂടെ ചേരുന്നത്, യേശു ക്രിസ്തുവിനെ ധരിക്കുന്നത്. ഈ അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, മാന്യ സൗരന്മാരെ, നിങ്ങൾ യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം നിങ്ങൾ ഏറ്റിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോഴും സഭയുടെ വെളിയിലാകുന്നു. നിങ്ങൾ മണവാട്ടിയല്ല, നിങ്ങൾ യേശു ശരീരത്തിലെ ഭാഗമല്ല, നിങ്ങൾ വെളിയിലായിരിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്ത്യാനിയാന്ന് പറയും, നിങ്ങൾ IPC പോകുന്നതെന്ന് പറയും, നിങ്ങൾ ഷാരോളാന്ന് പറയും, നിങ്ങൾ അസംബ്ലീസ് ബോർഡിലും ചർച്ച ബോർഡിലോ TPM എന്നൊക്കെ സഭ പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഷമീർ കൊല്ലം വളരെ വ്യക്തമായി ഒരു പ്രസംഗത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. ഈ പറഞ്ഞ IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, TPM എന്ന് പറയുന്ന ഒരൊറ്റ സഭകൾ പോലും അത് സഭയല്ല, സംഘടനകളാകുന്നു എന്നാണ് പറഞ്ഞത്. ആ കാര്യത്തിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അത് സഭയല്ല, സംഘടനകളായിരിക്കുന്നു എന്നാ പറഞ്ഞത്. സംഘടനയെ ചേർക്കാനല്ല യേശു ക്രിസ്തു വരുന്നത്. യേശു ക്രിസ്തു വരുന്നത് അവന്റെ മണവാട്ടിയെ ചേർക്കാനാകുന്നു. അവന്റെ മണവാട്ടി ആരാണ്? അവന്റെ പേരിൽ അറിയപ്പെടണം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഒരു പുരുഷനും ഒരു യൗവനക്കാരനും യൗവനക്കാരത്തിയും തമ്മിലുള്ള വിവാഹത്തിൽ കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ആ മണവാളന്റെ പേര് ജോസ് എന്നായിരിക്കട്ടെ, ആ മണവാട്ടിയുടെ പേര് റീന എന്നായിരിക്കട്ടെ. ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ മണവാട്ടി ആ മണവാളന്റെ പേര് റീന ജോസ് എന്ന് അംഗീകരിക്കും. അങ്ങനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ ആ മണവാട്ടി അവൾ യഥാർത്ഥമായിട്ടുള്ള ഒരു മണവാട്ടി അല്ല, ആ ഭർത്താവിനുള്ളതല്ല. അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ആണ് നിങ്ങളുടെ മണവാളനെങ്കിൽ, സഭയാണ് മണവാട്ടിയെങ്കിൽ, മണവാട്ടി സഭയിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമം ധരിക്കണം. ആ യേശു ക്രിസ്തുവിന്റെ നാമം ധരിക്കുന്നത് എങ്ങനെയാണ്? അവനോട് കൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം. അത് ആരുടെ നാമത്തിലായിരിക്കണം? അതാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം. അങ്ങനെയെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിനെ ധരിക്കുന്നുള്ളൂ, യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുന്നുള്ളൂ എന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ പ്രഘോഷിക്കുമ്പോൾ എന്തിനാണ് സൗരന്മാരെ നിങ്ങൾ മടിച്ചു നിൽക്കുന്നത്? എന്തിനാണ് ഈ കള്ള പാഷന്മാരുടെയും കള്ള ഉപദേശത്തിൽ നിങ്ങൾ മയങ്ങി വീണിട്ട് അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ മെജോറിറ്റിയോ നോക്കിയിട്ട് നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ രക്ഷ ഇന്നത്തെ ദിവസം ഇതുവരെയും നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇപ്പോഴും പാപികളാകുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇപ്പോഴല്ലെങ്കിൽ അടുത്ത മാസം, അടുത്ത ആഴ്ച, ഒരു 100-150 വയസ്സ് വരെ ഇനി നിങ്ങൾ ജീവിച്ചാലും നിങ്ങൾ പാപിയായി ജീവിച്ചു പാപിയായിട്ട് മരിക്കും. നിങ്ങളുടെ പാപത്തിന് ക്ഷമ ലഭിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാഞ്ഞതിനാൽ ക്ഷമ ലഭിച്ചില്ല. വളരെ കൃത്യമായിട്ടാണല്ലോ അപ്പോസ്തലൻ 2:38 പത്രോസ് പറഞ്ഞത്. ഏതാ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, ഒരൊറ്റ വാക്യം പോലും ഇതുപോലെ ഇല്ല, പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. യേശുക്രിസ്തു അധികാരം കൊടുത്ത എങ്ങനെയാണ്? ആരുടെ പാപങ്ങൾ മോചിക്കുവോ അവർ മോചിക്കപ്പെടും, ആരുടെ പാപങ്ങൾ നിർത്തുവോ നിർത്തപ്പെടും. അങ്ങനെയെങ്കിൽ അപ്പോസ്തലന്മാര് ജനങ്ങളുടെ പാപങ്ങൾ മോചിച്ചു കൊടുത്തത് യേശുവിന്റെ നാമം ഉദ്ധരിച്ചുകൊണ്ടല്ല,
യേശു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് ആടൻ തലയെ പിടിച്ച് കുലുക്കിയിട്ട് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ല. പിന്നെയോ പാപമോചനത്തിനു വേണ്ടി പത്രോസ് പ്രസംഗിച്ചത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇതേ സ്നാനം കൊർന്നേല്യോസ് ലേഖനത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോസ്തലർ 10:48 വാക്യം. പീലിപ്പോസ് ശമര്യയിലുള്ളവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയതായിട്ട് അപ്പോസ്തലർ 8:16 കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് ശിഷ്യഗണത്തിലുള്ളതല്ല, പിന്നെയോ ഡയറക്റ്റ് യേശുക്രിസ്തു വിളിച്ചത് വേർതിരിച്ചാണ് ജാതികൾക്കും രാജാക്കന്മാരുടെ മുൻപാകെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു നാമം വഹിക്കാനുള്ള പാത്രമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തത്. ആ പൗലോസും എഫെസോസിൽ പോയി പ്രസംഗിച്ചപ്പോൾ യോഹന്നാന്റെ മാനസാന്തര സ്നാനമേറ്റ 12 പേരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റെങ്കിൽ എന്നെ കേൾക്കുന്ന തൃത്വ വിശ്വാസികളെ, തൃത്വ സഹോദരന്മാരെ, നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോഴും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ മടിച്ചു നിൽക്കുന്നു? അത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങളുടെ കള്ളയിടയന്മാരുടെ വാക്കുകളാലും അവരുടെ നിർബന്ധത്താലും അവരുടെ മനുഷ്യോപദേശത്തിലും നിങ്ങൾ മയങ്ങിയിരിക്കുന്നു. ആ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് വെളിയിൽ വരുവാൻ ഈ സന്ധ്യാസമയത്ത് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഒരു വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 22 15 വാക്യം. നായ്ക്കളും ശൂദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അങ്ങനെയെങ്കിൽ ഈ തൃത്വ പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ മുഴുവനും ഭോഷ്ക് സംസാരിക്കുകയും ഭോഷ്ക് ഇഷ്ടപ്പെടുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണെന്ന് മനസ്സിലാക്കി അവർ പുറത്താകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്തിന് ഈ ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ, ഈ ദുരുപദേശകരുടെ കൂടെ നിങ്ങളുടെ രക്ഷയെ നഷ്ടപ്പെടുത്തണം എന്നാണ് ഞാൻ വിനീതമായി നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, എബനേസർ ഗോസ്പൽ മിനിസ്ട്രീസ് കൂടെ നിങ്ങൾ 4 ലാംഗ്വേജിൽ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സുവിശേഷമാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഏതെങ്കിലും പ്രതിഫലത്തിനോ നമ്മുടെ പോക്കറ്റ് നിറയ്ക്കാനോ നമ്മുടെ കുടവണ്ടി നിറയ്ക്കാനോ അല്ല. ഈ പുൾപിറ്റിൽ പ്രസംഗിക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായിട്ടുള്ള ഈ പ്രസംഗികർ മുഴുവനും പ്രസംഗിക്കുന്നത് അവർ കൂലിക്ക് പ്രസംഗിക്കുന്നവരാണ്. അവിടെ വയർ നിറയ്ക്കാൻ പ്രസംഗിക്കുന്നതാണ്, അവിടെ കീശ ഉരിപ്പിക്കാൻ പ്രസംഗിക്കുന്നതാണ്. എന്നാൽ യേശുക്രിസ്തു എന്നാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ സൗജന്യമായി തന്നു, സൗജന്യമായി കൊടുപ്പീൻ. ഈ പുൾപിറ്റിലെ പ്രസംഗികർ മുഴുവനും അവർക്ക് റേറ്റ് ഉണ്ടല്ലോ, റേറ്റ് വെച്ചല്ലേ പ്രസംഗിച്ചത്. യേശുക്രിസ്തുവിനെ വെറും ഒരു കച്ചവട സാധനമാക്കി യേശു നാമം എന്നവർ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഈ വഞ്ചകരായിരിക്കുന്ന ഈ പ്രസംഗികർ എപ്പോഴെങ്കിലും അപ്പോസ്തലനായ പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചതുപോലെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ലഭിക്കും എന്നുള്ള വാക്യം പറയുന്നുണ്ടോ? പറഞ്ഞാൽ തന്നെയും അവരെന്ത് പറയും? നിങ്ങൾ വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണമെന്നേ പറയുള്ളൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് പറയുന്നില്ല. അവർ പറയുന്ന അനുസരിച്ച് വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം. ഏത് സ്നാനം? കത്തോലിക്കരുടെ തളിപ്പ് സ്നാനമാണോ? കുഞ്ഞുങ്ങളെ മുക്കുന്ന സ്നാനമാണോ? കൊടിക്കീഴിലുള്ള സ്നാനമാണോ? പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പേര് പറയാത്ത സ്നാനമാണോ? ബൈബിളിൽ വളരെ വ്യക്തമായി കാണിക്കുന്ന സ്നാനമാണല്ലോ പുതിയ നിയമത്തിൽ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം. ആ സ്നാനത്തെക്കുറിച്ച് പറയാതെ അതിനെ മൂടി വെച്ചുകൊണ്ട് പബ്ലിക്കിന്റെ കണ്ണിൽ പൊടിയിടുന്നതായ ഈ ദുരുപദേശകരെ, ഈ ദുഷ്ടന്മാരെ, ഈ കൊടിയ ചെന്നായ്ക്കളെ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടാൽ നിങ്ങളുടെ ആത്മാവിന് രക്ഷ ലഭിക്കും. ആത്മാവിന് രക്ഷ ലഭിച്ചാൽ യുഗായുഗങ്ങളായി യേശുക്രിസ്തുവിന്റെ കൂടെ വാഴുവാൻ സാധിക്കും. അല്ല എങ്കിൽ തീപ്പൊയ്യായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് ഞാൻ വളരെ ശക്തമായി വ്യക്തമായി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഉറക്കെ പ്രസ്താവിച്ചുകൊണ്ട് അടിവരയിട്ട് ഒരു പ്രാവശ്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാണ്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം. അപ്പം സുവിശേഷം അറിയിച്ചതാരാണ്? അപ്പോസ്തലന്മാർ.
ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, ഇത് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വേറെ സുവിശേഷം പ്രസംഗിക്കുകയോ, ദൂതന്മാരായിരിക്കുന്ന ഗബ്രിയലോ മീഖായലോ അഹായലോ ഊരിയലോ അങ്ങനെ ഏതെങ്കിലും സ്വർഗീയ ദൂതന്മാർ വന്ന് ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് പ്രസംഗിച്ചാൽ അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് പറയുന്ന വ്യക്തമായ ഉപദേശം നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങി കേൾക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ നഷ്ടപ്പെടുത്തി ഈ പുൽപ്പിറ്റിൽ കാണുന്ന ഈ ദുരുപദേശരുടെ, ഈ ആട്ടിൻ തോലിട്ട് ചെന്നായ്ക്കളുടെ ഉപദേശം കേട്ട് മെജോറിറ്റി നോക്കി നിങ്ങൾ പോയി നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? മെജോറിറ്റിയിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. യേശുക്രിസ്തു എന്ന് പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാൻ അവിടെ മധ്യത്തിലുണ്ട്. ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന്റെ കണക്കിലുള്ള സഭയുടെ കൂട്ടം എന്ന് പറയുന്നത് ചെറിയ ചെറിയ കൂട്ടങ്ങളാണ്. ആ കൂട്ടങ്ങൾ എങ്ങനെയാകുന്നു? ബൈബിൾ പ്രകാരം 3000 പേരെ കണ്ടു, അതിനുശേഷം 5000, പിന്നെ 7000, അങ്ങനെ AD 70 ആയപ്പോഴേക്കും 60,000 പേര് ജെറുസലേമിൽ തന്നെ ഉണ്ടായതായി കാണപ്പെടുന്നു. അതാണ് സഭയുടെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ ഇന്ന് ആയിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴും യേശുക്രിസ്തുവിന്റെ ആ സഭയുടെ അംഗമാണ്, യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗമാണ്. അല്ലാത്തവൻ ഒരിക്കലും ആ സഭയിലെ അംഗമല്ല, സഭയ്ക്ക് വെളിയിലാകുന്നു. കാഹളനാഥെങ്കിൽ അവൻ കൈവിടപ്പെട്ടു പോകും എന്ന് ബുദ്ധി ഉപദേശിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സൗരന്മാരെ, ഈ ഉപദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് യേശുനാമക്കാരുടെ ഉപദേശമാണെന്നോ ദുരുപദേശമാണെന്നോ ചാപ്പ കുത്താതെ, ശരിയാണല്ലോ ഈ പറഞ്ഞത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ ടൈറ്റുകളിൽ കൽപ്പന കേട്ട ശിഷ്യന്മാർ ആർക്കെങ്കിലും, ഒരു വിശ്വാസികൾക്ക്, സുവിശേഷം കേട്ട ഒരു വ്യക്തിക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനം കൊടുത്തോ, ഏതെങ്കിലും ഒരു വിശ്വാസമുള്ള ഏറ്റോ എന്ന് നിങ്ങൾ ബൈബിൾ പരിശോധിക്കേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ ഇതുവരെയും അങ്ങനെ ഒരു ചരിത്രം, അങ്ങനെ ഒരു സ്ക്രിപ്ചർ ബൈബിൾ കാണാത്തപ്പോൾ, ബൈബിൾ കാണാത്ത ഈ AD 325 നിക്യാ സുന്നഹദോസിൽ മനുഷ്യന്റെ കൽപ്പനകളാൽ ഉരുത്തിരിഞ്ഞ തൃത്വോപദേശം സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ലൂസിഫറിന്റെ ആത്മാവിനാൽ നിങ്ങളെ ചങ്ങലക്കിട്ടിരിക്കുന്നു. ആ ചങ്ങല പൊട്ടിക്കുക യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് വെളിയിൽ വരിക. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ഉപദേശം കേൾക്കുക, മാനസാന്തരപ്പെടുക, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ സഭയോട് ചേർക്കും എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. കൃപാലുവായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.